Ready? Ready? 1, 2, 3. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് വയനാട്ടിലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് ഇന്ന്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അവിടുത്തെ എന്താ പറയുക, ഹോം സ്റ്റേ ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുത്തത് പൂളിനായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പൂള് വേണമെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറ്റി നമ്മൾ മനസ്സിൽ കരുതിയ പോലെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഫാമിലിക്ക് 5000 വെച്ചിട്ടാണ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. വേറെ പുറത്തുനിന്നുള്ളൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. വീടിന് വെളിയിലായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ഉപയോഗിക്കാൻ നമ്മൾ എക്സ്ട്രാ 500 രൂപ പേ ചെയ്യണം. അതുപോലെ തന്നെ പൂളിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മത്സ്യകൃഷി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പിടിച്ച മീനിൻ്റെ തൂക്കത്തിൻ്റെ വില അത് അവർക്ക് പേ ചെയ്യണം. പിന്നെ ഇവർക്ക് താറാവ് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് താറാവിനെ അതുപോലെ തന്നെ വാങ്ങിച്ച് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അത് നമുക്ക് എക്സ്ട്രാ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗെയിംസിൻ്റെ ഷട്ടിൽ ബാറ്റ്, ക്യാരംസ് ഇതൊക്കെ ഉണ്ട് അവിടെ. പിന്നെയെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്താ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനായാലും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിപ്പം ഒരു 16 പേരാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ ബെഡിനുള്ള നമ്മൾ എക്സ്ട്രാ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സീസണിൽ പോയതുകൊണ്ടാണ് നമുക്ക് 5000 രൂപ ഒരു ഫാമിലിക്ക് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ അവിടെ ഒരു 2 മണിയായപ്പോഴാണ് ചെക്കിൻ ആയത്. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇതെല്ലാവരും ചായ കുടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എന്താ പറയുക, പിന്നീട് ഒരു തവണയും കൂടി പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയായിട്ടാണ് പൂള് വരുന്നത്. നമ്മുടെ വയനാട്ടിലൊരു ദിവസം കണ്ടാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രണ്ടോടെ ഒപ്പരം നിന്ദിക്കും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ രാത്രിയായപ്പോൾ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റുമായിട്ട് പാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് സന്തോഷത്തോടു കൂടി നിന്നൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിരിച്ച് പോകുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 മണിക്കുള്ളിൽ ചെക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂമായിരുന്നു. നല്ല പ്രൈവസിയുള്ള ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി പൂളിൽ എല്ലാവരും ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും ഇതാ വീണ്ടും പൂളിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതാ വീടിൻ്റെ വ്യൂ വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്നതാണ് പാഷൻ ഫ്രൂട്ട്. ഇതാ ഒരു കമ്പിവേലി പോലെ കൊടുത്തിട്ട് അതിൽ മൊത്തം പടർത്തി എടുത്തിട്ടുണ്ട്.
നിങ്ങൾക്കോ? ഇനി എനക്ക് ഞാൻ നീങ്ങുന്നു. വീട് ശരിയില്ല. ഓടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.